ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC 2023 മുതൽ നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കാണുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. അബ്കാരി നിയമപ്രകാരം ഓപ്ഷൻ സി ആണ് ശരി. 23 വയസ്സു തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. രണ്ടാമത്തെ ചോദ്യം, ENA പൂർണ്ണമായ നാമം. 82ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. 83ാമത്തെ ചോദ്യം, NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 84ാമത്തെ ചോദ്യം, ഗേജിംഗ് എന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. 85ാമത്തെ ചോദ്യം, NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 72 മണിക്കൂർ. 86ാമത്തെ ചോദ്യം, അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? 86ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 87ാമത്തെ ചോദ്യം, ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 87ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 3ഉം 4ഉം മാത്രം ശരി. അതായത് മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല, മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം എന്നിവ ശരിയാണ്. 88ാമത്തെ ചോദ്യം, കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം? 88ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, മുകളിൽ പറഞ്ഞവ എല്ലാത്തിലും കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടും. ചോദ്യം നമ്പർ 89, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്? ഉത്തരം സി, ബ്ലെൻഡിംഗ് എന്നാണ്. ചോദ്യം നമ്പർ 90, 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി, 50,000 രൂപയാണ് FL6 ലൈസൻസിൻ്റെ ഫീസ്. ചോദ്യം നമ്പർ 91, കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്ര? 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ, 35 UP എന്നാണ്. 92ാമത്തെ ചോദ്യം, കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? 92ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, FL9 ലൈസൻസ് ആണ്. ചോദ്യം നമ്പർ 93, കോട്ട്പ ആക്ടിലെ ഏതു വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? 93ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, വകുപ്പ് 4. വകുപ്പ് 4 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യം നമ്പർ 94, കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകവലി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, 100 യാർഡാണ്. 100 യാർഡിനുള്ളിൽ സ്കൂളുണ്ട് വെച്ചാൽ അവിടെ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. ചോദ്യം നമ്പർ 95, ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 95ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, 18 വയസ്സാണ്. 96ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആയ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? 96ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, മുഖ്യമന്ത്രിയാണ്.
97-ാമത്തെ ചോദ്യം വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 97-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 144-05 ആണ് വിമുക്തിയുടെ നമ്പർ. 98-ാമത്തെ ചോദ്യം കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷൻ ആയി വിമുക്തി രൂപീകരിച്ചത് ഏതു വർഷം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2016-ലാണ് കേരള സർക്കാർ വിമുക്തി മിഷൻ ആരംഭിച്ചത്. ചോദ്യം നമ്പർ 99 2000-ലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. ചോദ്യം നമ്പർ 100 2000-ലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യായമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധമല്ലാത്തതായോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 81-ാമത്തെ ചോദ്യം പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി അത് പൊതുസ്ഥലമായി കണക്കാക്കില്ല. ചോദ്യം നമ്പർ 82 അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്തു നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. 83-ാമത്തെ ചോദ്യം ഒരാൾക്ക് അബ്കാരി നിയമമനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ്? 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് 15 ലിറ്റർ ആണ്. 84-ാമത്തെ ചോദ്യം ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം? 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 23 വയസ്സാണ്. 85-ാമത്തെ ചോദ്യം NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ് 1, 2, 4 മാത്രമാണ് ശരി, 3-ാമത്തെ തെറ്റാണ്. 86-ാമത്തെ ചോദ്യം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത്? 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. 87-ാമത്തെ ചോദ്യം കേരള ഡിസ്റ്റിലറി ആൻഡ് വെൽഫെയർ റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിപ്പുമുറികൾ ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടിസൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസ്? 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി കമ്മീഷണറുടെ ഓഫീസാണ്. 88-ാമത്തെ ചോദ്യം കേരള ഡിസ്റ്റിലറി ആൻഡ് വെൽഫെയർ റൂൾ പ്രകാരം ENA ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ് ശരിയായത്. അതായത് ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. 89-ാമത്തെ ചോദ്യം കേരള ഡിസ്റ്റിലറി ആൻഡ് വെൽഫെയർ റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ സ്പിരിറ്റിൻ്റെ വീര്യമളക്കലാണ് പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 90-ാമത്തെ ചോദ്യം കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കേണ്ടത്? 90-ാമത്തെ ചോദ്യം ക്യാൻസലായി പോയ ഒരു ചോദ്യമായിരുന്നു. 91-ാമത്തെ ചോദ്യം കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിന് വിദേശ മദ്യം ലൈസൻസ് 1 പ്രകാരം
ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 സ്ഥാപനങ്ങൾക്കാണ്. 92-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. 95-ാമത്തെ ചോദ്യം കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 4ഉം തെറ്റായ പ്രസ്താവനകളാണ്. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല, തെറ്റാണ്. പുകയില നിരോധിത മേഖല എന്നു വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല എന്നുള്ളതും തെറ്റായ പ്രസ്താവനയാണ്. 94-ാമത്തെ ചോദ്യം കോഡ്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി 1, 2, 3, 4 ഇവ 4ഉം കോഡ്പ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. ചോദ്യം നമ്പർ 95 കോഡ്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 95-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 2, 3, 4 എന്നിവ ശരിയാണ്. ഓപ്ഷൻ 1 തെറ്റാണ്. 96-ാമത്തെ ചോദ്യം വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 96-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 97-ാമത്തെ ചോദ്യം വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ എന്തെല്ലാമാണ്? 97-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 4-ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 98-ാമത്തെ ചോദ്യം വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? 98-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്നിവർ വിമുക്തി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ചോദ്യം നമ്പർ 99 വൈറസുമായി ബന്ധപ്പെട്ട 2000-ലെ വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 2ഉം എയും ബിയും ശരിയാണ്. 100-ാമത്തെ ചോദ്യം വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം. ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയാണ്. 81-ാമത്തെ ചോദ്യം കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 23 വയസ്സാണ്. 82-ാമത്തെ ചോദ്യം താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയായത് ഏത്? 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3, 4 എന്നിവ മാത്രം ശരിയാണ്. 83-ാമത്തെ ചോദ്യം പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏത്? 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 2, 3 മാത്രം ശരിയാണ്. 84-ാമത്തെ ചോദ്യം കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴവും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 1997. 85-ാമത്തെ ചോദ്യം NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങൾ. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും NDPS ആക്ട് ബാധകമാണ്. 86-ാമത്തെ ചോദ്യം 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും 2 കഞ്ചാവ് ചെടികൾ വളർത്തിയാൽ കിട്ടാവുന്ന ശിക്ഷയാണ്. 87-ാമത്തെ ചോദ്യം മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. CH3OH. 88-ാമത്തെ ചോദ്യം കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 37.5.
89-ാമത്തെ ചോദ്യം ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? 89-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളം അടങ്ങിയതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. 90-ാമത്തെ ചോദ്യം കേരളത്തിൽ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരി അല്ലാത്തത്? 90-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1, 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 91-ാമത്തെ ചോദ്യം കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. 92-ാമത്തെ ചോദ്യം FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ്. ഉത്തരം ഓപ്ഷൻ ഡി 180 ml ആണ്. 93-ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായ ഉത്തരം വരുന്നത്. 94-ാമത്തെ ചോദ്യം കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 30. 95-ാമത്തെ ചോദ്യം സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? 95-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 85% പ്രദർശിപ്പിച്ചിരിക്കണം. 96-ാമത്തെ ചോദ്യം കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ. 96-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വിമുക്തി. 97-ാമത്തെ ചോദ്യം ക്യാൻസലായി പോയൊരു ചോദ്യമാണ്. 98-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47-മായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? 98-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. 99-ാമത്തെ ചോദ്യം IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. 3ഉം ശരിയാണ്. കമ്പനി, പാർട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി ഇവരെല്ലാവരും നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും. 100-ാമത്തെ ചോദ്യം ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43-ൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയൊന്നുമല്ല എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്.